കഥാപ്രസംഗ അവതരണത്തിന് വേണ്ടി മനോഹർ ലാലിനെ ക്ഷണിക്കുന്നു. ഇതിനുശേഷം കണ്ണൻ മാഷിന്റെ ഗാനം ഉണ്ടായിരിക്കുന്നതാണ്. കണ്ണൻ മാഷ് ഒരുങ്ങിയിരിക്കുന്നത്. പ്രിയ സുഹൃത്തുക്കളെ, ഒരു കഥാപ്രസംഗം 10 മിനിറ്റ് കൊണ്ടൊന്നും തീരുന്നതല്ല. അതിനുള്ള ഒരു തയ്യാറെടുപ്പുകളല്ല. കാവ്യശില്പിയുടെ പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ അബദ്ധത്തിൽ എൻ്റെ പ്രിയ സുഹൃത്ത് ജയഘോഷ് പറഞ്ഞു, മനോഹർലാൽ ഒരു കഥാപ്രസംഗക്കാരനാണ് എന്ന് പറഞ്ഞപ്പോൾ രാമണി മാഷും ഗീത ടീച്ചറും ദേവ ടീച്ചറൊക്കെ കയറി പിടിച്ചതെന്ന് കഥ പറഞ്ഞതിന് ഒരു ഞാൻ പറഞ്ഞു, കഥ പറയാനായിട്ട് എനിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ല, അതിന് പല കാരണങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് ക്ഷമിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ക്ഷമിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പരമാവധി ഗുളികളൊക്കെ കഴിച്ച് തൊണ്ട ശരിയാക്കി വന്നിട്ടുണ്ട്. എങ്കിലും 10-12 ഗുളിക കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് കഥ പറയുന്ന സമയത്ത് വിറയലുകളൊക്കെ ഉണ്ടാവും, അല്പം പ്രായമൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. ആരും ഞാൻ കഥ പറഞ്ഞ് കഥയുള്ളത് കുറച്ച് സംഭവങ്ങൾ പറയുകയാണ്. അത് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ആരും തന്നെ അഭിപ്രായങ്ങൾ കൊണ്ട് മൂടരുത്. കാരണം നല്ല അഭിപ്രായങ്ങൾ പറയുന്നതല്ല. 50 വർഷങ്ങൾക്ക് മുൻപ് ചേർപ്പ് CNN സ്കൂളിൽ നിന്നുകൊണ്ട് അവിടുത്തെ വാർഷികാഘോഷത്തിന് ഒരു കഥാപ്രസംഗ പരിപാടിയുമായിട്ട് ഞാൻ ഈ വേദിയിലേക്ക് വന്നതാണ്, ഇങ്ങനൊരു വേദിയിലേക്ക് വന്നതാണ്. അന്ന് എൻ്റെ മുൻപിൽ ആ സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള നമ്മുടെ നാടുവാഴിയായിട്ടുള്ള തമ്പുരാൻ ചിറ്റൂരുമന കുഞ്ഞിനമ്പൂതിരിപ്പാട് അവരുടെ മുന്നിലിരുന്നാണ് ഈ കഥ പറഞ്ഞത്. ആ കഥ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുഞ്ഞിനമ്പൂതിരിപ്പാട് എൻ്റെ മുന്നിലിരിക്കുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ ആ കഥ പറയില്ലായിരുന്നു. ആ കഥയുടെ പേര് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ആ കഥയുടെ ആദ്യഘട്ടത്തിലേക്ക് കടക്കട്ടെ. വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. അവന് ഹാർമോണിയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ നമ്മൾ താളം പിടിച്ച് നോക്കാം. വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. തമ്പുരാനെ ഒരു കട്ടിൽ വേണം. വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്ക് ഒരു കട്ടിൽ വേണമെന്ന് പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു, ഒരു കട്ടിലല്ലേ വേണ്ടോ, അതിന് എന്താ ഇത്ര പ്രയാസം? അന്തപുരത്തിലാണെങ്കിൽ ഇഷ്ടംപോലെ കട്ടിലുകൾ എടുക്കുന്നുണ്ട്. തമ്പുരാട്ടിയുടെ അന്തപുരത്തിലെ എല്ലാ ഇഷ്ടംപോലെ കട്ടിലുകൾ എടുക്കുന്നുണ്ട്. ഇതൊരു പ്രത്യേക കട്ടിലിന്റെ ആവശ്യം എന്താ? എങ്കിലും കട്ടിലല്ല, ഇതിന് ഇത്രയല്ലേ പ്രാധാന്യമുള്ളൂ. അപ്പോഴാണ് തമ്പുരാൻ പറഞ്ഞത് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കളയുവാൻ ആ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. കട്ടിൽ കളയാനായിട്ട് വേറെ മരൊന്നും പോരാ, തേക്ക് കിട്ടി ഒന്നും പോരാ, ചന്ദനമരം തന്നെ വേണം. കുളിർമയുള്ള ഒരു കട്ടിലിൽ കിടന്ന് ഉല്ലസിക്കണം തമ്പുരാട്ടിക്ക്. തമ്പുരാട്ടിയുടെ മോഹമല്ലേ, തമ്പുരാൻ കൽപ്പിച്ചിരിക്കുകയല്ലേ. തമ്പുരാൻ പറഞ്ഞു, ഭൃത്യന്മാരെ വിളിച്ചു. ഭൃത്യന്മാർ ഇഷ്ടം പറയുന്നുണ്ട്. അവരെ വിളിച്ച് തമ്പുരാൻ പറഞ്ഞു, തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം, ചന്ദനമരം തന്നെ ആകണം. ഇത് കേട്ട ഭൃത്യന്മാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ആ കിഴക്കൻ കാട്ടിൽ എവിടെയാണ് ചന്ദനം? വെമ്പല നാട്ടിലെ തമ്പുരാന്റെ തമ്പുരാട്ടിക്കൊരു കട്ടിൽ വേണം. കട്ടിൽ കടയുവാൻ ആ കിഴക്കൻ കാട്ടിലെ ചന്ദനം തന്നെ വേണം. കാട്ടിലെ ഏറ്റവും നല്ല ചന്ദനമരം കൊണ്ടുവരാനായിട്ട് രാജാവ് കൽപ്പിച്ചു. അങ്ങനെ ഭൃത്യന്മാരെല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം നോക്കി എവിടെ പോയി അന്വേഷിക്കും. അങ്ങനെ നിൽക്കുമ്പോഴാണ് മൂത്താശാരി ഭൃത്യന്മാരോടും മറ്റ് ആളുകളോടും പറഞ്ഞു, നമുക്ക് അന്വേഷിക്കുക തന്നെ. അങ്ങനെ എല്ലാവരും കൂടി പുറത്തേക്ക് ഇറങ്ങി. വാക്കത്തി കോടാലിലൊക്കെ ഏന്തി വാക്കയുമ്പത്തി തൊഴുതിറങ്ങി. വാക്കത്തി കോടാലിലൊക്കെ ഏന്തി വാക്കയ്യമ്പത്തി തൊഴുതിറങ്ങി. അങ്ങനെ എല്ലാവരും കൂടി
കോടാലിയും വാക്കത്തിയും മമ്മൂട്ടിയും. മമ്മൂട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ സിനിമ നടന്നല്ല, പണ്ടുകാലത്തൊരു ആയതുകൊണ്ടായിരുന്നു മമ്മൂട്ടി. എല്ലാ വേദിയും കൊണ്ട് ഭൃത്യന്മാരെല്ലാവരും കാട്ടിലേക്ക് യാത്ര ചെയ്തു. കാട്ടിൽ ചെന്നു. കാട്ടിൽ പോകുന്ന വഴിക്ക് രാജാവ് ഇത്രയും പറഞ്ഞു: തലയും ചുവന്നിങ്ങ് വന്നിടേണ്ട, തലയോടെ ആരും തിരിച്ചു പോകില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഒന്നുകൂടി പേടിയായി എല്ലാവർക്കും. അങ്ങനെ എല്ലാവരും കൂടി വീണ്ടും കാട്ടിലേക്ക് ചെന്നു. ചന്ദനമരം കാണുന്നില്ല. അവസാനമായപ്പോൾ നടന്ന് ക്ഷീണിച്ചപ്പോൾ മൂത്താശാരി പറഞ്ഞു: ഇതാ അവിടെ ഒരു ചന്ദനമരം നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ അവിടെ അവിടെ അതെ എവിടെ എവിടെ അതാ അവിടെ നിൽക്കുന്നു ചന്ദനമരം, ദാ നിൽക്കുന്നു ചന്ദനമരം. അങ്ങനെ മൂത്താശാരി ചെന്നു. മുഴക്കോല് കയ്യിലുണ്ട്. മുഴക്കോല് കൊണ്ട് ചന്ദനമരത്തിന്റെ തടിയിലൊന്ന് ഉരಸಿ നോക്കി. മൂത്താശാരി പറഞ്ഞു: നല്ല അസൽ ശങ്കരാടി പറയും പോലെ നല്ല 1ാം ക്ലാസ് ചന്ദനമരം. അങ്ങനെ ആ ചന്ദനമരം വെക്കാനുള്ള തയ്യാറെടുപ്പെടുത്തു. മൂത്താശാരി ആജ്ഞ കൊടുത്തു. ഭൃത്യൻ പറഞ്ഞു: നടന്നോട്ടെ. അങ്ങനെ ചന്ദനമരം വെട്ടുകയാണ്. ആ ചന്ദനമരം വെട്ടി ആദ്യത്തെ കോടാലി ചന്ദനമരത്തിൽ കൊണ്ടു. അപ്പോഴാണ് ഒരു സ്വരം കേട്ടത്, ഒരു ശബ്ദം. ആ കോടാലി അവിടെ വെച്ച് നിർത്തി. പിന്നീടാണ് അത് മനസ്സിലായത്. അപ്പോൾ എല്ലാവരും ചോദിച്ചു: എന്താണ് എവിടെ നിന്നാണ് ഈ ശബ്ദം? ആർക്കും ഒന്നും പിടികിട്ടിയില്ല. ഒരു കുഞ്ഞിന്റെ സ്വരം. അവിടെ വെച്ച് പിന്നീട് ആ മരം മുറിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കണം. സഹൃദയരെ, ഈ കഥാപ്രസംഗം ഞാൻ ചേർപ്പ് സ്കൂളിൽ പറഞ്ഞപ്പോൾ ഈ കഥ പറഞ്ഞു തീർന്നപ്പോൾ കർട്ടൻ വീണു കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയായി. കാരണം ഞങ്ങളുടെ നാടുവാഴിയായിരുന്ന തമ്പുരാൻ ചിറ്റൂർ മനക്കിൽ കുഞ്ഞനമ്പൂതിരിപ്പാട്, ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് അദ്ദേഹം വന്നു. എനിക്ക് വളരെയധികം ഭയമായി. കാരണം ഞാൻ തമ്പുരാൻ കൽപ്പിച്ചിരിക്കുകയില്ല, തമ്പുരാട്ടിക്കുള്ള മോഹമല്ലേ എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരനെ ഇങ്ങനെ കാണിച്ചിരുന്നു. എനിക്ക് ഭയമായി. അത് ഞാൻ താഴെ വന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോൾ സ്റ്റേജിൽ വന്ന് ഒരാളെ കെട്ടിപ്പിടിച്ചു. എനിക്ക് ഭയമായി. നോക്കുമ്പോൾ തമ്പുരാൻ മുമ്പിൽ നിൽക്കുക, കുഞ്ഞൻ തമ്പുരാൻ മുമ്പിൽ നിൽക്കുക. എന്തുകൊണ്ട് പറഞ്ഞു: പേടിക്കണ്ട, കഥ പറഞ്ഞത് എനിക്കിഷ്ടമായി, തുടർന്നോളൂ, നല്ല കഥയാണ്, എവിടെയെങ്കിലുമൊക്കെ അവസരം കിട്ടണമെങ്കിൽ പറഞ്ഞോളൂ. അങ്ങനെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ പിന്നീട് 2 വർഷക്കാലം ചന്ദനക്കട്ടിലും ജി ശങ്കരക്കുറുപ്പിൻ്റെ ചന്ദനക്കട്ടിലും അങ്ങനെയുള്ള പല കഥകളും പറഞ്ഞു. പിന്നീടാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. പിന്നീട് അതോടുകൂടി എൻ്റെ കഥാപ്രസംഗ ജീവിതം അവിടെ അവസാനിക്കുകയാണ്. പിന്നീട് കഥ എഴുതുന്ന ജോലിയിലേക്ക് ഞാൻ കടന്നു. പ്രസംഗം നിർത്തി. ഇന്നാണ് വീണ്ടും പ്രസംഗത്തിന് വന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഒരു കാലഘട്ടത്തിൽ കഥാപ്രസംഗത്തിൻ്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 2000 ഏകദേശം 2000 വരെ കഥാപ്രസംഗത്തിൻ്റെ കാലമായിരുന്നു. അന്ന് കഥാപ്രസംഗ ലോകത്ത് മുടിചൂടാമനായി നിന്നിരുന്ന സാംബശിവൻ, ശ്രീ വി സാംബശിവൻ, അദ്ദേഹത്തിൻ്റെ ചില ഓർമ്മകൾ കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുക. കാരണം കഥ പറയുന്ന വേദി ആണെങ്കിൽ കൂടി ഞാനതിന് തയ്യാറെടുപ്പിലല്ല. എങ്കിലും ഞാൻ സാംബശിവൻ്റെ കുറച്ച് ഏറ്റവും നന്നായിട്ട് ഗാനങ്ങൾ ആലപിച്ച ഒരു കാതികൻ വി സാംബശിവനാണെന്നില്ല തർക്കമില്ല. കിടാമംഗലം സദാനന്ദൻ, കൊല്ലം ബാബു, കടക്കാട് വിശ്വംഭരൻ, തേവർത്തോട്ടം സുകുമാരൻ, ഓച്ചിറ രാമേന്ദ്രൻ, ചേർത്തല കരുണാകരൻ, കെ പി ചന്ദ്രഹാസൻ, അങ്ങനെ ഒരുപാട് കാതികന്മാരുണ്ടായിരുന്നൊരു കാലം. അവരുടെ ഒക്കെ കുലപതിയായിട്ട് നിന്നു വി സാംബശിവൻ. അദ്ദേഹത്തിൻ്റെ 1-2 പാട്ടുകൾ ഞാൻ ഇവിടെ ആലപിച്ചുകൊണ്ട് ഞാൻ നിർത്താം. 20ാം നൂറ്റാണ്ടിൽ അദ്ദേഹം പാടുന്നുണ്ട്: കവർന്നെടുത്തുവോ കാർമേഘം കാർക്കുഴലിൽ നീലിമയാലേ, ഇന്ദുമുഖീനിൻ ചില്ലികളാവാൻ ഇന്ദ്രധനുസ്സിനു പടിക്കാൻ. കവർന്നെടുത്തുവോ കാർമേഘം കാർക്കുഴലിൽ നീലിമയാലേ, ഇന്ദുമുഖീനിൻ ചില്ലികളാവാൻ ഇന്ദ്രധനുസ്സിനു പടിക്കാൻ. സമയം വളരെ കുറവാണ്, അതുകൊണ്ട് സമയമായി
അപ്പോൾ അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കാരണം കഥാപ്രസംഗത്തിൽ ഈ ഒരു വേദിയിൽ ഞാൻ കുറച്ച് സമയത്തോട് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം എന്നുള്ള ഒരു മുന്നറിയിപ്പോടുകൂടി ഞാൻ നിർത്തുകയാണ്. ഈ വേദി തന്നെ എല്ലാവർക്കും പഴയകാലത്ത്